പടം കൊള്ളാം. വെച്ചാൽ ഹക്കീമിൻ്റെ ഒരു ഇതുവരെ ചെയ്തേക്കുന്ന റോളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻറ്റ് മേക്കിംഗ് ആണ്. എനിക്ക് പടത്തിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയതിൻ്റെ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഹക്കീം എനിക്ക് തോന്നുന്നു ഇനി വളർന്നു വരുന്ന ഒരു യങ്സ്റ്റാറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളത്തിൽ യുവതാരനിര എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആൾക്കാരുണ്ട്. ടോവിന്, ആസിഫ് അലി, ആ റേഞ്ചിൽ വന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന ആൾക്കാരില്ല. അപ്പോൾ അതിൽ നിന്ന് കയറി വരുന്ന ഒരു നല്ല നടനായിട്ട് തോന്നിയിരിക്കുന്നത്. കിട്ടിയിരിക്കുന്ന റോള് ഹക്കീം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജാഫറാണെങ്കിലും ഹരിശ്രേഷവനാണെങ്കിലും അടിപൊളിയാണ്, കൊള്ളാം. ആസ് യൂഷ്വൽ പെർഫോമൻസ് ആണെങ്കിലും പുള്ളിയുടെ ലാംഗ്വേജ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എനിക്ക് കണ്ണൂർ ഏരിയ സ്ഥലങ്ങളിലാണ്. അത് വെച്ചിട്ടുള്ള ആ ലാംഗ്വേജ് ബേസിലുള്ള പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കണ്ടേക്കുന്ന പാറ്റേണിൽ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഹരിശ്രേഷൻ ചെയ്യണത്. ജാഫറാണെങ്കിലും ആ ക്യാരക്ടറിന് പ്ലേസ് ചെയ്തേക്കുന്ന കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. ടോട്ടലി ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇത്. എനിക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ടത് ഹക്കീമിൻ്റെ മേക്ക് ഓവർ തന്നെയാണ്. നമ്മൾ ഇതിനെ കാണാത്തൊരു മേക്ക് ഓവർ സ്ക്രീനിൽ കാണാൻ പറ്റും. കൊള്ളാം. എനിക്കിഷ്ടമായി പടം. എനിക്ക് പടം ഇഷ്ടമായി. എല്ലാവരും ആക്ടിങ്ങും എല്ലാ വശങ്ങളും നന്നായിട്ടുണ്ട്. കാരണം ഒരു ബോറടി ഇല്ല പടം. ഭയങ്കര മൂഡാണ്. യൂത്തിനും ഫാമിലിക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റേ ഗോപി സുന്ദറിൻ്റെ പാട്ടുകളും റെക്കോർഡിങ്ങും ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അത്ര വെറൈറ്റി ആയിട്ട് പറഞ്ഞത്. സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതെ, അത് വേറെ ടൈപ്പാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സംവിധായകൻ്റെ പേരും എടുത്തു പറയേണ്ടതാണ് സാറേ. സജിലിൻ്റെ ഫസ്റ്റ് മൂവിയല്ലേ? സജിൽ അത് പല്ലിശ്ശേരിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളല്ലേ? ലിജോൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളല്ലേ? അപ്പോൾ ലിജോ പല്ലിശ്ശേരിയുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായും പ്രായമല്ല, അതിൻ്റെ ടാലൻ്റാണ്. അയ്യോ, അവന് 23 വയസ്സായിട്ടുള്ളൂ. നല്ല മെച്യൂരിറ്റിയോട് കൂടി ഓരോ നല്ലൊരു ആവിഷ്കാര രീതിയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്തൊരു ചിത്രം. ക്യാമറയും നല്ല രസമായിട്ടുണ്ട്. അതൊരു പയ്യനാണ്, അത് അസലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ അസലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോട്ട്സുകളൊക്കെ ഭയങ്കര രസമല്ലേ? നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ കണ്ടോണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം നിങ്ങളാണ് അഭിപ്രായം പറയുന്നത്. ഇതിന് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തീം, നല്ലൊരു മെസ്സേജും ഉണ്ട്, സന്ദേശമാണ്. അതെ അതെ. സാറിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ താങ്ക് യു. നടനായിട്ട് വരുന്നൊരു മൂവിയിൽ തന്നെ അവൻ തിളങ്ങി. യു ഹാവ് ടു വാച്ച്. താങ്ക് യു. ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയുള്ളൂ. ഒത്തിരി സന്തോഷം. എല്ലാവരും ഓഡിയൻസിൻ്റെ കൂടെ കാണാൻ പറ്റി. ഭയങ്കര എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. ഒത്തിരി സന്തോഷം. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഫാമിലി ഡ്രാമ, റൊമാൻസ്, ഇടി എല്ലാം ഉണ്ട്. വിഷ്വലി നല്ല രസമാണ്. മ്യൂസിക്കും എല്ലാം. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. നല്ല പെർഫോമൻസ് ഒന്നും പറയാനില്ല. ഇത് 2024 ഒരു സൂപ്പർ ഫിലിമാണ്. സൂപ്പർ ഹിറ്റായിരിക്കും. അശോകട്ടൻ പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും പുതുമുഖ നായകനും സൂപ്പറായിട്ടുണ്ട്. അതെ അതെ അതെ, എല്ലാം നല്ലത്. കടകൻ എന്ന ചിത്രം തീർച്ചയായിട്ടും നാട്ടിൻപുറത്ത് നടക്കുന്ന കുറച്ച് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചിത്രമാണ്. ആക്ഷന് പ്രാധാന്യമുള്ളൊരു ചിത്രം. അതിലുപരി ഹക്കീം എന്ന ആ ഒരു നടൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വരാൻ ആഗ്രഹിച്ച് ചെയ്ത ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും അദ്ദേഹം അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ ഒരു ചിത്രമാണ്. എല്ലാവരും അവർ അഭിനയിച്ചേക്കുന്ന റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു